ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ യൂണിവേഴ്സിറ്റി LGSും അതുപോലെ 10th മെയിൻസിനും കമ്പനി കോർപ്പറേഷൻ LGSനും വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുമ്പിലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അയിരുകളും ധാതുക്കളും അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും എന്നുള്ള അതിൽ 1 പാർട്ട് ചെയ്തിരുന്നു. ഇനി അതുപോലെ ഈ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും എന്നുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും എന്നുള്ള ക്ലാസ്സിലെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ കുറിച്ചാണ്. മുമ്പിലത്തെ വീഡിയോ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഓക്സിജൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് പഠിക്കുന്നത്. ആറ്റോമിക് നമ്പർ 8 ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 8. ജീവവായു എന്നറിയപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. ജീവവായു എന്നറിയപ്പെടുന്ന എന്താണ്? ഓക്സിജനാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകവും ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഓക്സിജൻ്റെ 8. ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകവും ഏതാണ്? ഓക്സിജനാണ്. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളതും ഓക്സിജനാണ്. അതുപോലെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകവും ഓക്സിജനാണ്. 5 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8. ജീവവായു എന്നറിയപ്പെടുന്നതും ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അതും ഓക്സിജനാണ്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകവും ഓക്സിജനാണ്. അടുത്തതായി നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ. നിറവും മണവും രുചിയും ഇല്ലാത്ത വാതകം ഏതാണ്? ഓക്സിജനാണ്. അതുപോലെ ആസിഡുകൾ ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. ആസിഡുകൾ ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. അതുപോലെ ഓക്സിജന് പേര് നൽകിയ വ്യക്തി ആരാണ്? ലാവോസിയാണ്. നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഹൈഡ്രജനും പേര് നൽകിയത് ആരാണ്? ലാവോസിയാണെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ ഓക്സിജനും പേര് നൽകിയതുമാരാണ്? ലാവോസിയാണ്. ഓക്സിജൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. അടുത്തതായി ഓക്സിജൻ വ്യാവസായികപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംശിക സ്വേദനമാണ്. ഓക്സിജൻ വ്യാവസായികപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനമാണ്. നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു. ഹൈഡ്രജൻ വ്യാവസായികപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബോഷ് പ്രക്രിയ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഓക്സിജൻ വ്യാവസായികപരമായി നിർമ്മിക്കുന്നത് അംശിക സ്വേദനത്തിലൂടെയാണ്. ഓക്കെ, ഓക്സിജൻ വ്യാവസായികപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അംശിക സ്വേദനമാണ്. ഇനി ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ് ജ്വലനം എന്നറിയപ്പെടുന്നത്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രക്രിയ എന്താണ്? ജ്വലനം. അതായത് കത്താൻ സഹായിക്കുന്ന പദാർത്ഥമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന പദാർത്ഥം ഏതാണ്? ഓക്സിജനാണ്. കത്തുന്ന പദാർത്ഥം ഏതാണ്? സ്വയം കത്തുന്നത് ഹൈഡ്രജൻ ആയിരുന്നു. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ് അല്ലേ? ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ജ്വലനം എന്നാണ്. അടുത്തതായി വരുന്നത് ഓക്സിജൻ്റെ ഒരു പ്രധാനപ്പെട്ട അലോട്രോപ്പാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ ഒരു പ്രധാനപ്പെട്ട അലോട്രോപ്പ് അതാണ് ഓസോണാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്സിജൻ്റെ 3 തന്മാത്രകൾ കൂടി ചേർന്നാണ് ഓസോൺ രൂപപ്പെട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പ് എന്നറിയപ്പെടുന്നത് അതാണ് ഓസോൺ. അതായത് രൂപാന്തരമാണ് ഓസോൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഓസോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റ്യൻ ഫ്രീഡിഷ് ഷോൺബെയിനാണ് ഓസോൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഫ്രീഡിഷ് ഷോൺബെയിനാണ്. നിങ്ങൾ ഷോൺബെയിൻ എന്ന് പഠിച്ചാൽ മതി, അതായിരിക്കും എളുപ്പം. അപ്പോൾ ഷോൺബെയിനാണ് എന്ത് ചെയ്തത്? ഓസോൺ കണ്ടുപിടിച്ചത്. ഓക്സിജൻ്റെ ഒരു പ്രധാനപ്പെട്ട അലോട്രോപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓസോണാണ്. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺബെയിനും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓസോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന് എന്തോ ഒരു മണമുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ മണവും രുചിയും ഒന്നുമില്ലാത്ത ഒരു വാതകമാണെന്ന് പറഞ്ഞു, ഓക്സിജൻ എന്ന് പറഞ്ഞു അല്ലേ? ഓസോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന് എന്തോ ഒരു മണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മണമുള്ളത് എന്ന അർത്ഥം വരുന്ന ഓസോൺ എന്ന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓസോൺ എന്ന വാക്കിന് അർത്ഥം എന്താണ്? മണമുള്ളത് എന്നാണ് അർത്ഥം. മണമുള്ളത് എന്ന അർത്ഥം വരുന്ന ഓസോൺ എന്ന പേര് നൽകിയത് ആരാണ്? ഷോൺബെയിനാണ്. ഓസോണിന് പേര് നൽകിയതും ആരാണ്? ഷോൺബെയിനാണ്. ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട ഒരു അലോട്രോപ്പാണെന്ന് അറിയപ്പെടുന്നത് ഓസോണാണ്. ഓസോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഷോൺബെയിനാണ്. ഷോൺബെയിനാണ് എന്ത് ചെയ്തത്? ഓസോണിന് ആ പേര് നൽകിയത്. അതായത് മണമുള്ളത് എന്നാണ് അതിനർത്ഥം. ഓസോൺ എന്ന വാക്കിനർത്ഥം എന്നാണ് മണമുള്ളത് എന്നാണ്. കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ വാതകത്തിന് മണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓസോൺ എന്ന പേര് നൽകിയത്.
പേര് നൽകിയത് ആരാണ്? ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ കണ്ടുപിടിച്ചത് പഠിച്ചു അല്ലേ. ഇനി അടുത്തത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? അത് തുളസിയാണ്. ഓസോൺ പുറത്തുവിടുന്നത് തുളസിയാണ്. ഇത് മുമ്പിൽ PSCയിൽ ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റായി ചോദിച്ച ചോദ്യമാണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസിയാണ്. ബാക്കിയുള്ള സസ്യങ്ങളൊക്കെ ഏതാണ് പുറത്തുവിടുന്നത്? ഓക്സിജനാണ് പുറത്തുവിടുന്നത് അല്ലേ. പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്ത് ചെയ്യുന്നത്? ഓക്സിജനാണ് പുറത്തുവിടുന്നത്. അടുത്തതായി ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആലാണ്. എല്ലാവരും കാണാറില്ലേ ആലിൻ്റെ താഴെ പോയിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്നത് ഏത് സസ്യമാണ്? ആൽമരമാണ്. അപ്പോൾ ഓസോൺ പുറത്തുവിടുന്നത് ഏതാണ്? തുളസിയാണ്. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്നത് ആൽമരമാണ്. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സൂര്യനിൽ നമ്മൾ അന്തരീക്ഷത്തിൽ ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ അല്ലേ. ഓസോണിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത്? ഓക്സിജൻ്റെ ഒരു പ്രധാനപ്പെട്ട അലോട്രോപ്പാണ് ഓസോൺ എന്ന് പഠിച്ചു. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബെയ്ൻ ആണെന്ന് പഠിച്ചു. ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത്, ഓസോൺ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തോ മണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മണമുള്ളത് എന്ന അർത്ഥം വരുന്ന ഓസോൺ എന്ന പേര് നൽകിയത്. പേര് നൽകിയതും ആരാണ്? ഷോൺ ബെയ്ൻ ആണ്. ഓസോണിന് പേര് നൽകിയതും ഷോൺ ബെയ്ൻ ആണ്. ഓസോൺ പുറത്തുവിടുന്ന ഒരു സസ്യമാണ് തുളസി. ഓസോൺ പുറത്തുവിടുന്നത് തുളസി എന്ന സസ്യമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സസ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തുവിടുന്നു. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആൽമരമാണ്. ഓസോൺ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സുകളാണ്. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 89%. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 89%. ഇനി ഡ്യൂറ്റീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം. നമ്മൾ മുമ്പും പഠിച്ചിരുന്നു അല്ലേ. ഹൈഡ്രജൻ്റെ കാര്യത്തിലും ഘനജലത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. എന്താണ്? ഡ്യൂറ്റീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസ്. എന്താണ്? ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളിനെ അറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ശുദ്ധജലത്തിൽ ഓക്സിജൻ്റെ അളവ് 89%. ഡ്യൂറ്റീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് ഘനജലം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ അറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസ് എന്നറിയപ്പെടുന്നു. ഓക്കെ അല്ലേ. നമ്മൾ മുമ്പിൽ ഹൈഡ്രജൻ്റെ വീഡിയോ ചെയ്തു അല്ലേ. അപ്പോൾ ഇനി അടുത്തത് ഓക്സിജൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്സിജനും ഹൈഡ്രജനും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.